നമസ്കാരം. സ്റ്റാലിനെ പാഠം പഠിപ്പിക്കാൻ സാക്ഷാൽ നിർമ്മല സീതാരാമൻ തന്നെ മുന്നിട്ടിറങ്ങി. 2025-26 തമിഴ്നാട് ബഡ്ജറ്റ് രേഖകളിൽ നിന്ന് രൂപയുടെ ചിഹ്നം മാറ്റി മറ്റൊരു ചിഹ്നം രൂപകൽപ്പന ചെയ്ത് സമർപ്പിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സ്റ്റാലിന് ഇത് എന്തിനുള്ള പുറപ്പാടാണ് എന്ന് ചിന്തിച്ചവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. രാജ്യത്തെ കീറിമുറിക്കാനാണ് സ്റ്റാലിന്റെ ഈ പുറപ്പാട് എന്ന് പല മാധ്യമങ്ങളും നിരീക്ഷകരും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സ്റ്റാലിനെ മുൾമുനയിൽ നിർത്തുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും പ്രാദേശിക അഭിമാനത്തിന്റെ പേരിൽ വിഘടനവാദ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അപകടകരമായ മാനസികാവസ്ഥയാണ് സ്റ്റാലിനുള്ളത്. UPA ഉപയോഗിച്ച് അതിർത്തി കടന്നുള്ള പണമിടപാടുകൾക്കായി ഇന്ത്യ പ്രേരിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ സ്വന്തം ദേശീയ കറൻസി ചിഹ്നത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുകയാണോ? 2025-26 തമിഴ്നാട് ബഡ്ജറ്റ് രേഖകളിൽ നിന്ന് DMK സർക്കാർ ഔദ്യോഗിക രൂപ ചിഹ്നത്തെ നീക്കം ചെയ്തതായി റിപ്പോർട്ടുണ്ട്. DMKക്ക് രൂപ ചിഹ്നത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ 2010 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിന് കീഴിൽ DMK കേന്ദ്രത്തിൽ ഭരണസഖ്യത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് അത് ഔദ്യോഗികമായി അംഗീകരിച്ചപ്പോൾ അവർ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? വാ അടഞ്ഞില്ലേ സ്റ്റാലിനെ? വിരോധാഭാസം എന്ന് പറയട്ടെ, രൂപ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് മുൻ DMK MLA N ധർമ്മലിംഗത്തിന്റെ മകൻ TD ഉദയകുമാറാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഓർമ്മപ്പെടുത്തി. ഇപ്പോൾ അത് മാച്ച് കളയുന്നതിലൂടെ DMK ഒരു ദേശീയ ചിഹ്നത്തെ നിരസിക്കുക മാത്രമല്ല, ഒരു തമിഴ് യുവാവിന്റെ സർഗാത്മക സംഭാവനയെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ ആഞ്ഞടിച്ചു. റുപ്പായി എന്ന തമിഴ് പദം തന്നെ രൂപ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയപ്പെടുന്നു. പണി ചെയ്ത വെള്ളി നാണയം എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ പദം നൂറ്റാണ്ടുകളായി തമിഴ് വ്യാപാരത്തിലും സാഹിത്യത്തിലും പ്രതിധ്വനിക്കുന്നു. ഇന്നും റുപ്പായി തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും കറൻസി നാമമായി തുടരുന്നു. വാസ്തവത്തിൽ ഇന്തോനേഷ്യ, മാലദ്വീപ്, മൗറീഷ്യസ്, നേപ്പാൾ, സീഷൽ, ശ്രീലങ്ക എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഔദ്യോഗികമായി രൂപ അല്ലെങ്കിൽ അതിന്റെ ഡിറവേറ്റീവ്സ് ആണ് അവരുടെ കറൻസികൾ. രൂപയുടെ ചിഹ്നം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതും ആഗോള സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ത്യയുടെ ദൃശ്യമായ ഒരു ഐഡന്റിറ്റിയായി മാറിയ ഒന്നുമാണ്. അതിനെ വെട്ടിമാറ്റിയ സ്റ്റാലിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.